നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടക്കുമ്പോൾ ആഗോള രാഷ്ട്രീയത്തിന്റെ അഴിയാക്കുരുക്കായി മാറുകയാണ് മിഡിൽ ഈസ്റ്റ്. യുദ്ധവും നയതന്ത്രവും തമ്മിൽ ചാഞ്ചാട്ടം തുടരുന്ന ഈ സാഹചര്യത്തിൽ കരാർ എന്ന വാക്കുപോലും ഇനി വിശ്വാസയോഗ്യമാണോ എന്ന ചോദ്യമാണ് ലോകം ചോദിക്കുന്നത്. ഇത്തരമൊരു നിർണായക ഘട്ടത്തിലാണ് അമേരിക്ക മുന്നോട്ട് വെച്ച ആണവ കരാർ ചർച്ചയ്ക്ക് ഇറാൻ കർശനമായ നോ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സാധാരണ നയതന്ത്ര തർക്കമല്ല, ഭാവിയിലെ യുദ്ധ ശാന്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാവുന്ന നീക്കമാണിതെന്ന് വേണം വിലയിരുത്താൻ. അമേരിക്ക മുന്നോട്ട് വെച്ച യുദ്ധവിരാമ ആണവ ചർച്ചാ പ്രമേയം ഇറാൻ തള്ളിക്കളഞ്ഞതായി അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പ്രമേയം അത്യധികം ഏകപക്ഷീയവും അന്യായവുമാണെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ വാക്കുകൾ പ്രകാരം അമേരിക്കയുമായി യാതൊരു നേരിട്ടുള്ള ചർച്ചകളും നിലവിൽ നടക്കുന്നില്ല. ഇടനിലക്കാർ വഴി സന്ദേശങ്ങൾ കൈമാറുന്നതിനെ ചർച്ച എന്ന് വിളിക്കാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിലൂടെ അമേരിക്ക പറയുന്ന സംവാദം പുരോഗമിക്കുന്നു എന്ന അവകാശവാദവും ഇറാൻ പറയുന്ന ചർച്ചകളില്ല എന്ന നിലപാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് വ്യക്തമാണ്. പ്രമേയം തള്ളിയതിന് പിന്നാലെ ഇറാൻ യുദ്ധ നടപടികൾ ശക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. മിഡിൽ ഈസ്റ്റിലെ വിവിധ ലക്ഷ്യങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ തുടരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇത് വളരെ വ്യക്തമായ സന്ദേശമാണ്. ഇറാൻ നയതന്ത്രം മാത്രം ആശ്രയിക്കുന്നില്ല, യുദ്ധഭൂമിയിലും സമ്മർദ്ദം നിലനിർത്തുകയാണ്. അതേസമയം അമേരിക്കയുടെ ലക്ഷ്യം യുദ്ധം അവസാനിപ്പിക്കുകയും ആണവ നിയന്ത്രണങ്ങളിൽ ഇറാനെ പിടിച്ചു നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഈ ലക്ഷ്യങ്ങൾ നേടാനുള്ള മാർഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ ഭിന്നത തുടരുകയാണ്. ഇറാൻ അമേരിക്ക തർക്കത്തിന്റെ ഹൃദയം ആണവ പരിപാടിയാണ്. അമേരിക്ക ആവശ്യപ്പെടുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും അവസാനിപ്പിക്കുക, മിസൈൽ പദ്ധതികൾ നിയന്ത്രിക്കുക, പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നിർത്തുക എന്നിവയാണ്. മറുവശത്ത് ഇറാൻ ആവശ്യപ്പെടുന്നത് സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം അംഗീകരിക്കുക, സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കുക, യുദ്ധനാശത്തിന് നഷ്ടപരിഹാരം നൽകുക എന്നിവയാണ്. ഈ ആവശ്യങ്ങൾ തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ഇതുകൊണ്ടാണ് ചർച്ചകൾ വീണ്ടും വീണ്ടും തകരുന്നത്. ഇതിനു മുൻപ് നടന്ന ചർച്ചകളും സമാന രീതിയിൽ പരാജയപ്പെട്ടിരുന്നു. 2026 ഫെബ്രുവരിയിൽ നടന്ന ആണവ ചർച്ചകൾ ഒരു കരാറില്ലാതെ അവസാനിച്ചിരുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഒത്തുതീർപ്പ് ഇല്ലാത്തത്, ഉപരോധങ്ങൾ നീക്കുന്നതിലെ അനിശ്ചിതത്വം, പരസ്പര വിശ്വാസത്തിന്റെ അഭാവം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പുതിയ കരാർ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും യുദ്ധം ശക്തമായതോടെ ആ ശ്രമങ്ങൾ നിലച്ചു. ഇറാൻ വ്യക്തമാക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കേണ്ടത് അവരുടെ നിബന്ധനകളാണ് എന്നാണ്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന ഉറച്ച സന്ദേശമാണ് അവർ നൽകുന്നത്. ഇതൊരു ശക്തമായ രാഷ്ട്രീയ നിലപാടാണ്. സ്വാധീനവും സ്വതന്ത്ര നിലപാടും സംരക്ഷിക്കാൻ ഇറാൻ തയ്യാറാണെന്ന സൂചന. ഈ തർക്കം രണ്ട് രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നമായി മാത്രം കാണാനാകില്ല. മിഡിൽ ഈസ്റ്റിലെ സ്ഥിരതയ്ക്ക് ഇത് വലിയ ഭീഷണിയാണ്. ആഗോള എണ്ണവിലയിൽ മാറ്റങ്ങൾ ഇനിയും വരാനിടയുണ്ട്. അന്താരാഷ്ട്ര വിപണികളിൽ അനിശ്ചിതത്വം ഇനിയും ഉയരും. കൂടാതെ വലിയ സൈനിക സംഘർഷങ്ങൾക്കുള്ള സാധ്യതയും വിരളമല്ല. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ യുദ്ധം ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കാനിടയുണ്ട്. അതേസമയം നയതന്ത്രത്തിന് പൂർണ്ണമായും വാതിൽ അടഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. ചില രാജ്യങ്ങൾ ഇടനിലക്കാരായി പ്രവർത്തിച്ച് ഇരുപക്ഷത്തെയും വീണ്ടും ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പരസ്യമായി കടുത്ത നിലപാടുകൾ തുടരുന്നുവെങ്കിലും പരോക്ഷമായ ആശയവിനിമയം തുടരുന്നത് ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നു എന്നതാണ് വാസ്തവം. അമേരിക്കയുടെ ആണവ കരാർ ചർച്ചകൾക്ക് ഇറാൻ നൽകിയ നിരാകരണം ഒരു സാധാരണ പ്രതികരണമല്ല, ഇത് ശക്തി പ്രകടനമാണ്. യുദ്ധവും നയതന്ത്രവും ഒരേ സമയം മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ലോകം അനിശ്ചിതത്വത്തിന്റെ അതിർത്തിയിൽ നിൽക്കുകയാണ്. ഇനി ചോദ്യം ഒന്ന് മാത്രം: ഈ സംഘർഷം സമാധാനത്തിലേക്കോ അതോ കൂടുതൽ വലിയ യുദ്ധത്തിലേക്കോ നീങ്ങുന്നത്? ലോകം അതിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുന്നു.